മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അവനെ പുറത്തെടുക്കാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാവിക്ക് എന്താന്ന് പോലും പിടികിട്ടിട്ടില്ല. സോ ഞാൻ അത് എടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിന്റെ പേര് എന്താണെന്നറിയോ? ലിയോ ലാവി സ്പെഷ്യൽ മാംഗോ പുഡിംഗ്. ഈ ഒരു പുഡിംഗ് ലിയോ ലാവി കഴിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ല. ഇതിനു മുമ്പും നമ്മൾ ലിയോ ലാവിക്ക് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മാവൊന്നും ഇല്ലാത്തതുകൊണ്ട് മാങ്ങ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആരെങ്കിലും കൊണ്ടുതരണം. നാട്ടിൽ നിന്ന് അച്ഛനൊക്കെ വരുമ്പോൾ കൊണ്ടുതരാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും. അങ്ങനെ ഇത്തവണ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു ലിയോ ലാവിക്ക് പുഡിംഗ് ഉണ്ടാക്കാം. തകർത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുഡിംഗ് എന്ന് പറയാം, ഐസ്ക്രീം എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മളിപ്പോൾ പേരിട്ടിരിക്കുന്നത് ലിയോ ലാവി സ്പെഷ്യൽ മാംഗോ പുഡിംഗ് എന്നാണ്. ഇതിൽ കുറച്ച് മധുരവും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർക്ക് പുഡിംഗ് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ട് വേഗം വന്നു. ആദ്യം മാങ്ങ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കത്തി നമ്മുടെ കയ്യിൽ വേണം. പിന്നെ നല്ല പഴുത്ത മാങ്ങയും വേണം. നാച്ചുറലായിട്ട് ഷുഗർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മാങ്ങ. അതുകൊണ്ട് ഇത് നമ്മൾ ഡെയിലി ഇവർക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. വല്ലപ്പോഴും ട്രീറ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ വേണ്ടത് പ്ലെയിൻ യോഗട്ടാണ്, അല്ലെങ്കിൽ കേർഡ് വേണം. സോൾട്ടഡും അതേപോലെ സ്വീറ്റും ഒക്കെ ആയിട്ടുള്ള യോഗട്ട് അവൈലബിൾ ആണ്. അത് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ പീനട്ട് ബട്ടർ, ഇതും നമ്മുടെ പീനട്ട് ബട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. പെറ്റ്സിന് യൂസ് ചെയ്യുന്ന പീനട്ട് ബട്ടർ തന്നെ യൂസ് ചെയ്യണം. ഇത് എക്ടെക് ഫാർമയുടെ പീനട്ട് ബട്ടറാണ്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നിർബന്ധമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സംഭവം കിടുമായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ പേപ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇതിടാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞി ബൗളിലോ അല്ലെങ്കിൽ ഐസ് ട്രേയിലോ ഒക്കെ നിങ്ങൾക്കിത് ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളിത് ഫ്രീസറിൽ കയറ്റിയാൽ മതി. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാനിതിപ്പോൾ വീഡിയോയിലൊക്കെ ചെയ്യുമ്പം കുറച്ചൊന്ന് ആർഭാടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. സോ ഇത്രേ ഉള്ളൂ പുഡിംഗ്. വളരെ വളരെ സിമ്പിളാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേസ്റ്റ് രൂപത്തിൽ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് അവർക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനൊരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇവർക്ക് പുഡിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. പുഡിംഗ് കഴിച്ചിട്ട് അവർ പോയി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിന് പുഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ബൈ.